കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സിന് വലിപ്പമില്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി പരസ്യമായി ആളുകളെ ഇനിയും രാഷ്ട്രീയ കാരണത്താൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുകയാണ്. നമ്മൾ കേരളത്തിൽ മുമ്പ് കേട്ടിട്ടുണ്ട്, UDF മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി, LDFന്റെ വോട്ട് LDF അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാറില്ല. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇതുപോലെ പരസ്യമായ ഒരു പരിപാടിയിൽ റെഡിയായി നിന്നോളൂ, നിങ്ങളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ദീപലേഖ എന്ന ഉദ്യോഗസ്ഥ മരണപ്പെട്ട സംഭവം നമുക്കൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്നതുമാണ്. അത് ഒഴിവാക്കാനാകാമായിരുന്ന ഒരു മരണമാണ്. നമുക്കറിയാം, അവര് കാലിന് പരിക്ക് പറ്റി കഴിഞ്ഞ 3 മാസമായി ചികിത്സയിലാണ്. കാല് മര്യാദക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. അവരെ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പരത്തി ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവര് ഉത്തരവാദിത്തപ്പെട്ടവരോട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ഭാഗത്തുള്ള ന്യായം പറഞ്ഞിട്ടും വീണ്ടും അവരെ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇതൊരു ഒറ്റപ്പെട്ട വിഷയമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതാനും ദിവസം മുമ്പാണ് ഒരു പരിപാടിക്കകത്ത് പറഞ്ഞത്, എല്ലാവരും റെഡിയായി നിന്നോ, ഇനിയും ട്രാൻസ്ഫറുകൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ ഒരു കാരണവുമില്ലാതെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി വാക്കുകളുടെ ധൈര്യം തന്നെയാണ് ദീപലേഖ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥക്ക് ന്യായമായ നിലപാട് സ്വീകരിച്ച് അർഹതപ്പെട്ട സ്ഥലത്ത് പോസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് ദീപലേഖയെ കൂടുതൽ ദൂരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബന്ധപ്പെട്ടവർ ആവേശത്തോടെ തയ്യാറായിട്ടുള്ളത്. ഈ വിവരം അറിഞ്ഞ ഉടനെയാണ് അവർ കുഴഞ്ഞു വീണ് മരിച്ചത്. യഥാർത്ഥത്തിൽ ഇത് സർക്കാർ സ്പോൺസേഡ് മർഡറാണ്. ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവം. വൈരനിരാധന ബുദ്ധിയോടുകൂടി മനസ്സിന് വലുപ്പമില്ലാത്ത ചിലരുടെ താല്പര്യങ്ങളെ പിന്തുണച്ച് അവർക്ക് ഊർജം പകർന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഈ മരണത്തിന് കാരണം. കേരളത്തിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പരത്തി നടത്തുന്ന ഇത്തരം സ്ഥലം മാറ്റങ്ങളുടെ രക്തസാക്ഷിയാണ് ദീപലേഖ. വളരെ ഗൗരവമേറിയ പ്രശ്നമായി ഇതിനെ പൊതുവെ കാണണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സിന് വലിപ്പമില്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി പരസ്യമായി ആളുകളെ ഇനിയും രാഷ്ട്രീയ കാരണത്താൽ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുകയാണ്. നമ്മൾ കേരളത്തിൽ മുമ്പ് കേട്ടിട്ടുണ്ട്, UDF മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി, LDFന്റെ വോട്ട് LDF അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാറില്ല. ഏതെങ്കിലും ഒരു UDF മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഇതുപോലെ പരസ്യമായ ഒരു പരിപാടിയിൽ റെഡിയായി നിന്നോളൂ, നിങ്ങളെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോ ഇത്തരം നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ്. മുഖ്യമന്ത്രി ആരെങ്കിലും വിമർശിച്ചാൽ ആ വിമർശനത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന സ്ഥിതി വരുന്നു. ഇപ്പോൾ MDMA കേസിൽ പിടിക്കപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിമർശനം വന്നു. ആ വിമർശനം പലരും സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചു. ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. എന്നാൽ മെറ്റയെ ബന്ധപ്പെട്ടുകൊണ്ട് ആ പോസ്റ്റ് നീക്കം ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സ്തുതിപാഠകരും അതുപോലെ തന്നെ വാഴ്ത്തുപാട്ടുകാരും മാത്രം മതി, വിമർശിക്കുന്നവർ വേണ്ട എന്ന നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും രാഷ്ട്രീയ ഭീരുവായ മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശനെന്ന് തെളിയിക്കുന്ന ദിനങ്ങളാണ് ഈ 70-75 ദിവസത്തിനിടയിൽ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിലപാട് തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. വടകര മേപ്പയിലാണ് ദീപലേഖയുടെ വീട്. നമുക്കറിയാം, അവരുടെ ഭർത്താവിനെയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇന്ന് ഞങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട്. വളരെ
ദുഃഖകരമായൊരു സംഭവമാണ്. ഈ സംഭവം ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവമായിരുന്നു. അവരെ മാനസികമായി തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സർക്കാർ സ്പോൺസേഡ് മർഡറായി മാറുന്നതിന് തുല്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ പൊതുവെ മുഖ്യമന്ത്രിയും UDF സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്.